ായിട്ട് ചുറ്റിക്കിടന്നെയായിരുന്നു. പക്ഷെ അവർക്ക് പുഷ്പഗിരിയിൽ ഇത് കാണാൻ സാധിച്ചില്ല. അന്ന് അത് കണ്ടിരുന്നെങ്കിൽ നമുക്ക് അവിടെ വേറൊരു ഓപ്ഷനും ഇല്ല, അവിടെ വെച്ച് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ മാതാവ് അത് ഞങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, എൻ്റെ പേര് ശ്രീജ, ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു. എൻ്റെ അമ്മയ്ക്ക് 2020 ക്യാൻസർ സ്ഥിരീകരിക്കുകയും അതിനായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് RCCയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് റേഡിയേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചെടുത്ത് ഞങ്ങൾക്ക് ഉടമ്പടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഞങ്ങൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം താമസിച്ചെടുത്തു നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. പിന്നെ പോയത് ഞങ്ങളൊരു വാർഡിലേക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ. അപ്പം അമ്മയ്ക്ക് 29 റേഡിയേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സാധാരണഗതിയിൽ ഒരു 15 റേഡിയേഷനൊക്കെ എടുക്കുമ്പോൾ തന്നെ തൊണ്ട പൊട്ടുകയും ട്യൂബ് ഇടുകയൊക്കെ വരുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് 29 റേഡിയേഷനും നല്ല രീതിയിൽ എടുത്ത് ചെറിയൊരു പൊള്ളൽ, പുറത്തെ സ്കിന്നിന് മാത്രം ഒരു പൊള്ളൽ ഏൽക്കുക മാത്രമാണ് ചെയ്തത്. ആ സമയത്ത് പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ആർക്കും അങ്ങോട്ട് വരാനോ ഇങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് തന്നെ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവിടുത്തെ കാറിൽ ഞങ്ങളെ വീട്ടിൽ സുരക്ഷിതമായി ഞങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നിട്ട് അമ്മ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് എരിവുള്ള കറിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. കാരണം സാധാരണഗതിയിൽ ഇത്രയും റേഡിയേഷൻ എടുത്തവർക്കൊന്നും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വലിയ കൃപ ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് ആദ്യം ലഭിച്ച ഈ അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലായത്. കാരണം രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും അതിലൂടെയാണ് അമ്മ മാതാവ് യേശുപ്പ ഞങ്ങളെ എത്രത്തോളം കൈപിടിച്ച് നടത്തിയെന്നുള്ളത്, എത്രത്തോളം അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് ലഭിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് 2020 ഒക്ടോബറിലാണ്. ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡിന് രോഗസൗഖ്യം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ സഹോദരൻ്റെ കുഞ്ഞാണിത്. ഈ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തെയും എൻ്റെ രോഗസൗഖ്യത്തെയും എൻ്റെ മകളുടെ രോഗസൗഖ്യത്തെയും ഒക്കെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ സഹോദരൻ്റെ കുഞ്ഞ് 3.5 വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് കുഞ്ഞിന് സംസാരിക്കത്തില്ല. എന്നുവെച്ചാൽ ഒരു അച്ഛനെ വിളിക്കുന്ന അക്ക എന്ന് മാത്രമാണ്. അങ്ങനെ ഒരു വാക്ക് മാത്രമേ കുഞ്ഞിങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. കുഞ്ഞ് കൊല്ലത്താണുള്ളത്. ഞാൻ താമസിക്കുന്ന മാവേലിക്കര. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുവായ തൈലം കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുഞ്ഞു കൂടെ ഉള്ളപ്പോഴെല്ലാം ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾ വാക്കുകൾ പറയാൻ തുടങ്ങി, ഒത്തിരി വാക്കുകൾ പറയാൻ തുടങ്ങി. അതിനുശേഷം അവൾ നല്ല ആക്റ്റീവായി തുടങ്ങി. അവൾ ആക്റ്റീവ് അല്ലായിരുന്നു ഒട്ടും, കുഞ്ഞ് ആക്റ്റീവായി തുടങ്ങി. പിന്നെ അവൾ സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കുറച്ച് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുള്ളൂ. അത് പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ മകൾക്ക് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 തവണ ബ്ലീഡിങ് വന്നപ്പോൾ മോളിങ്ങനെ എന്നെ മോൾ ഹോസ്റ്റലിലാണ്, വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ നേരെ വന്നു മോളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ആദ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഹോസ്പിറ്റലിലായാലും എന്തിനായാലും ഒരു എക്സാം ഉണ്ടെങ്കിലും ആദ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അതിനെല്ലാം പോകാറുള്ളൂ. അപ്പോൾ മോളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പോയി ഡോക്ടറെ കാണുകയും ഡോക്ടറെ ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് മരുന്നുകൾ തന്നു. അപ്പോൾ ഞങ്ങൾ ഈ മരുന്ന് വാങ്ങിയില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മോള് വീട്ടിലുള്ള സമയത്ത് മോളുടെ വയറ്റിൽ ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും മോളില്ലാത്ത സമയത്ത് മോളെ സമർപ്പിച്ച് ഞാൻ എൻ്റെ വയറ്റിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ ബ്ലീഡിങ് പിന്നെ ഇന്നേതുവരെയ്ക്കും അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നാളായിട്ടേ ഉണ്ട്, അതെനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഉടമ്പടിയിലൊക്കെ ആയിട്ട് അത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തതുമില്ല. ഉടമ്പടിയിലാണല്ലോ, ഞാൻ അമ്മയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം അമ്മ നോക്കിക്കോളൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെ ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ കുറച്ച് കഴിയും തോറും എനിക്കൊരു വേദനയും ഒക്കെ അനുഭവപ്പെട്ടു. അപ്പം അത് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അമ്മയുടെ നിർബന്ധത്തിൽ ഡോക്ടറെ കാണണം നമ്മ വാശി പിടിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറെ സർജനെ കണ്ടപ്പോൾ സർജൻ സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തന്നു. അപ്പോൾ സ്കാൻ ചെയ്യാനായിട്ട് പോകുമ്പോഴെല്ലാം ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കും.
അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പോഴും ഞാൻ ഈ തൈലം എല്ലാം തൂത്ത് തന്നെയാണ് സ്കാനിങ്ങിന് കയറിയത്. അപ്പം സ്കാൻ ചെയ്ത് സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു മുഴയല്ല, അതുകൂടാതെ വേറെ മുഴയുണ്ട്. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, വേറെ മുഴയുണ്ട്. അത് അവർക്കൊരു സംശയമുണ്ട്, അത് ബയോപ്സിക്ക് അയക്കണം എന്നുള്ളൊരു ഇമ്പ്രഷനോട് കൂടി എൻ്റെ സ്കാൻ റിസൾട്ട് തന്നു. അങ്ങനെ സർജനെ കാണിച്ചപ്പോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറിക്ക് അഡ്മിറ്റായി, സർജറി ചെയ്തു. അപ്പോൾ സർജറിക്ക് അഡ്മിറ്റ് ആവുന്ന ദിവസം 4-ാം തീയതിയാണ്. ആ 4-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി കഴിയുന്ന ദിവസം. അപ്പോൾ ഞാൻ തലേന്ന് 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 4-ാം തീയതി പോയി അഡ്മിറ്റായി. 4-ാം തീയതി സർജറി കഴിഞ്ഞു. അവർ റിമൂവ് ചെയ്ത 2 സിസ്റ്റം ഒരു ഡബ്ബയിലാക്കിയിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു, ബയോപ്സിക്ക് വണ്ടാനത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിട്ട്. അപ്പം അതിന് മുന്നായിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് സെയ്ത്ത് പൂശി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ സർജറിക്ക് അഡ്മിറ്റായി. സർജറി ചെയ്ത് ആ 2 സിസ്റ്റം ടിന്നിലാക്കി തന്നു, ബയോപ്സിക്ക് അയക്കാൻ, വണ്ടാനത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തന്നു. അപ്പോൾ ആ തന്ന സമയത്ത് ഹസ്ബൻഡ് അത് ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടുവരികയും, അപ്പം എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോകും. ആ സമയത്ത് അത് തൈലം തൂത്ത്, അതിൻ്റെ മേൽ വിശുദ്ധ തൈലം തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത് അവിടെ ടെസ്റ്റിനായിട്ട് സമർപ്പിച്ചത്. അതേപോലെ തന്നെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് വേറെ അടുത്ത ബെഡിൽ കിടക്കുന്നവർക്കുമൊക്കെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും എനിക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു കൃപയും അനുഗ്രഹമൊക്കെ ലഭിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിച്ചു. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് വന്ന്, ബയോപ്സിയുടെ റിസൾട്ട് വന്നത്. അപ്പോൾ അതിലൊരു കുഴപ്പമില്ല. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്. കാരണം ഞാൻ വളരെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അത്രമാത്രം പ്രാർത്ഥനയിൽ യേശുവിൻ്റെ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ യേശുപ്പ അമ്മയും കൈവിടത്തില്ല. ഞാൻ യേശുപ്പ അമ്മയെ മുറുകെ പിടിച്ച് തന്നെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ബോധ്യത്തിലാണ്. എനിക്ക് ഈ വിഷയങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ എന്ത് തന്നെ വന്നാലും, എൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്ത് തന്നെ ആയാലും ഞാൻ യേശുപ്പ അമ്മയെ ഒരിക്കലും വിടത്തില്ല. ആ പ്രാർത്ഥനയിൽ ഞാൻ ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ബോധ്യത്തിലുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇന്നലെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതേപോലെ പിറ്റേ ദിവസം തന്നെ വരാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതേപോലെ എൻ്റെ ഹസ്ബൻഡും വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അതേപോലെ പറഞ്ഞതിൻ്റെ ഇന്നലെ റിസൾട്ട് വന്ന് ഇന്ന് ഞാനത് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അതേപോലെ എൻ്റെ മോൾക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ മോൾക്ക് എമർജൻസി ആയിട്ട് എപ്പോഴും നടുവേദന ഇടയ്ക്ക് ഇങ്ങനെ 2-3 പ്രാവശ്യം വരുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പം അവർ ഡ്രിപ്പിടും, ഇഞ്ചക്ഷൻ എടുക്കും, വേദന കുറയും, വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം ആയപ്പം ഹോസ്റ്റലിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു ഇത് ഡെയിലി ആകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്, എന്തായാലും വേറൊരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത സമയത്തും മോൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു. ആ സമയത്ത് ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പം എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമില്ല, സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സർജനെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ എഴുതി തന്നു. അങ്ങനെ മോളെ സ്കാൻ ചെയ്തപ്പം ലെഫ്റ്റ് ഓവറിയിൽ ഒരു 7 സെൻറ്റിമീറ്ററിലുള്ള ഒരു സിസ്റ്റ് ഉണ്ട്. അപ്പം ഓവറിയുടെ ആകെ സൈസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അതിനകത്ത് 7 സെൻറ്റിമീറ്റർ സിസ്റ്റ്. അപ്പം എൻ്റെ സർജറി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളങ്ങനെ അതിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സ്കാൻ റിപ്പോർട്ട് വന്നിട്ട് ഗൈനക്കിനെ കാണിക്കാനുള്ളൊരു സാവകാശം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം മോൾക്കിങ്ങനെ വേദന. അപ്പം എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊല്ലത്തോട്ടാണ് പോയത്. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ്. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ട്രെയിനിൽ ഞാൻ കയറുന്ന സമയത്ത് മോളുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് പറയുന്നു മോൾക്ക് സുഖമില്ല, പിന്നെയും പെയിൻ വരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെയിനിനുള്ള മരുന്ന് കൊടുക്കുക, അപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് വരാം. അങ്ങനെ ഞങ്ങൾ വന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ സ്കാൻ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നു. സ്കാൻ റിപ്പോർട്ട് ഗൈനക്കിനെ അയച്ചപ്പോൾ അവർ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യാനാണ് റെഫറൽ എഴുതി തന്നു. ESA ആയതുകൊണ്ട് റെഫറൽ എഴുതി തന്നു, അവിടെ ഇല്ല. അപ്പോൾ പുഷ്പഗിരി അല്ല അമൃതയ്ക്കാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു സിസ്റ്റ് ആയതുകൊണ്ട് ടോർഷനാകാൻ എന്ന് വെച്ചാൽ ഈ ഓവറിൽ ഇത് കയറി ചുറ്റാനുള്ള സാധ്യതയുണ്ട്. ചുറ്റിക്കഴിഞ്ഞാൽ ഈ ഓവർ കേടാവും. അത് അങ്ങനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അന്നേരം തന്നെ സർജറി ചെയ്യണം. അങ്ങനെ നമുക്കൊരു ദൂരോട്ട് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ആംബുലൻസ് വിളിച്ച് എത്രയും വേഗം കൊണ്ടുപോകുക, അങ്ങനെ ഒരു രീതിയിലായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ പുഷ്പഗിരി ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നു അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്താൽ അവിടെ ചെന്ന് ഒരു 3-4 ഡോക്ടേഴ്സ് വന്ന് മോളെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ അമർത്തി നോക്കുന്നുണ്ട്. അപ്പം ഈ ടോർഷൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അവളിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു.
സ്കാൻ ചെയ്തപ്പോൾ ഒത്തിരി സമയമെടുത്തു. ഒരു സ്കാൻ ചെയ്തു. സ്കാനിങ്ങിലും അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എമർജൻസി ആയിട്ട് ESA എന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ എഴുതി തന്നിട്ട് അവർക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രശ്നമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ അതുമല്ല, ലാപ്രോസ്കോപ്പിയെ നമുക്ക്, മോള് 18 വയസ്സായതുകൊണ്ട് ഓപ്പൺ സർജറി നമുക്ക് പറ്റത്തില്ല, ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പുഷ്പഗിരിയിൽ അതില്ല താനും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലാപ്രോസ്കോപ്പി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട്, എന്തായാലും ഈ സർജറി സിസ്റ്റ് റിമൂവ് ചെയ്യണമല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഈ ടോർഷൻ അല്ലേ പോലും നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യണമല്ലോ. അപ്പോൾ അവരങ്ങനെയുള്ള ടോർഷനൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവർ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഒരു 10 മണിയായപ്പം രാത്രി വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കും, കരുണക്കുന്ത ചൊല്ലും. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ എണീറ്റിപ്പോൾ മോള് വീണ്ടും കരച്ചിൽ ഭയങ്കര, നമുക്ക് വന്നു കഴിഞ്ഞാൽ, വേദന വന്നു കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും ഒന്നും പറയും, ശ്വാസം മുട്ടലും ഭയങ്കര പെയിനാണ്. നമുക്ക് പറഞ്ഞറിയാം, അവൾ പറഞ്ഞ ചത്തു പോകുന്ന പോലത്തെ വേദനയാണെന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് ഞാനും ഹസ്ബൻഡും കൂടെ മോളെ വെച്ച് 2 വീലറിൽ വെച്ച് മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ഇതേപോലെ പെയിൻ്റെ മരുന്ന് കൊടുത്തു. അത് 1 മണിക്കൂർ അവരുടെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഗൈനക്കിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് രാവിലെ തന്നെ കൊല്ലത്തെ ഒരു ഹോസ്പിറ്റലിൽ, ലാപ്രോസ്കോപ്പിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ കാണിച്ച്, അവിടെ ഗൈനക്കിനെ കാണിച്ചപ്പോൾ അവർ ലാപ്രോസ്കോപ്പിക് സർജനിലോട്ട് റെഫർ ചെയ്ത്. അപ്പം ആദ്യം കണ്ട ഡോക്ടർ വളരെ സ്നേഹത്തിൽ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്ത് തന്നെയായാലും നമുക്കിതിനുള്ള ഒന്നുകിൽ സർജറി അല്ലെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അതെന്താണെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, മോളൊരു കാരണവശാലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വളരെ സമാധാനത്തിൽ ആ ഡോക്ടറും അവിടെ നിന്ന് ആ സിസ്റ്ററും ഒക്കെ ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി. അപ്പോൾ നമുക്കൊരു വലിയൊരു സമാധാനം തോന്നി. എന്നിട്ട് ഞങ്ങളെ സർജൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ സർജൻ ഇത് കണ്ടിട്ട് പറഞ്ഞു എന്തായാലും സിസ്റ്റ് റിമൂവ് ചെയ്യണം, അപ്പം ലാപ്രോസ്കോപ്പിക് സർജറി ആണ്. ഞാൻ എന്തായാലും അപ്പോൾ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും സർജറിക്ക് ഞങ്ങൾ സമ്മതമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അനസ്തേഷ്യയുടെയും കാർഡിയോളജിസ്റ്റിൻ്റെയൊക്കെ ഫിറ്റ്നസ് വാങ്ങിയിട്ട്, അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഫിറ്റ്നസ് എല്ലാം എടുത്ത് അന്ന് തന്നെ അഡ്മിറ്റായി. പിറ്റേ ദിവസം രാവിലെ തന്നെ സർജറി ചെയ്ത് മോളെ സർജറി ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ഉപ്പെല്ലാം വെച്ച് പ്രാർത്ഥിക്കുകയും, ഞാൻ മോളുടെ കയ്യിൽ കൊടുത്തു വിട്ട് അവിടെ കയറുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് സിസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്ത് സിസ്റ്റ് ഞങ്ങളെ കാണിച്ചു. എന്നിട്ടത് അവർ ബയോപ്സിക്ക് അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി റിസൾട്ട് മോളുടെ 25-ാം തീയതി ഞങ്ങൾ അടുത്ത ഡോക്ടറെ കാണാൻ പോയ സമയത്ത് 25-ാം തീയതിയാണ്. ആ സമയത്ത് മോളുടെ റിസൾട്ട് വന്നു. മോളുടെ ബയോപ്സി റിസൾട്ടും ഒരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ മോളെ ICU ഇറക്കി റൂമിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് വന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സിസ്റ്റ് 3 തവണയാണ് ഇതിൽ ചുറ്റിക്കിടന്നത്, 3ആയിട്ട് ചുറ്റിക്കിടന്നെയായിരുന്നു. പക്ഷെ അവർക്ക് പുഷ്പഗിരിയിൽ ഇത് കാണാൻ സാധിച്ചില്ല. അന്ന് അത് കണ്ടിരുന്നെങ്കിൽ നമുക്ക് അവിടെ വേറൊരു ഓപ്ഷനും ഇല്ല, അവിടെ വെച്ച് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ മാതാവ് അത് ഞങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 പ്രാവശ്യമാണ് അത് ചുറ്റിക്കിടന്നത്, അതുകൊണ്ടാണ് കുഞ്ഞിന് ഇത്രയും പെയിൻ വന്നത്. എന്തായാലും അത് പരിശുദ്ധ അമ്മ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ എൻ്റെയും മോളുടെയും ബയോപ്സി റിസൾട്ട് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എൻ്റെ മോന് നവോദയ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ഓൺലൈനായിട്ടായിരുന്നു. അവൻ വലുതായിട്ട് ക്ലാസ്സിൽ ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുമായിരുന്നു, പിന്നെ ഭയങ്കര ഉഴപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എത്രത്തോളം ഇത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എൻട്രൻസ് ഇതെല്ലാം കൊടുത്തു, ഹോൾ ടിക്കറ്റൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു മോനെ ഒരു പേപ്പറിൽ എഴുതി മാതാവിനോട് റിക്വസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അവിടെ മോനൊരു പേപ്പറിൽ എഴുതി വെച്ചു. എനിക്കത് പരീക്ഷ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇതാണ്, മോനിത് നല്ലതാണെങ്കിൽ അത് കിട്ടണമെന്ന്. അങ്ങനെ 26-ാം തീയതി മോൻ്റെ റിസൾട്ട് വന്നു. മോനത് ക്വാളിഫൈ ചെയ്തു, നവോദയയിലേക്ക് ക്വാളിഫൈ ചെയ്തു. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു മാസക്കാലം കൊണ്ടാണ് പെട്ടെന്ന് മോളുടെ സർജറി, എൻ്റെ സർജറി കഴിഞ്ഞു 10 ദിവസം കഴിയുമ്പോഴാണ് മോൾക്ക് എമർജൻസി ആയിട്ട് സർജറി വരുന്നത്. ഈ സമയത്തൊക്കെ നമുക്ക് ആലോചിക്കാം നമ്മളുടെ മാനസികാവസ്ഥ. പക്ഷേ ഇത്രയും വലിയ മാനസികാവസ്ഥയിലൂടെ പോയെങ്കിലും ഞാൻ കരയുകയൊന്നും ചെയ്തില്ല. കാരണം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് എൻ്റെ മാതാവിലും യേശുപ്പാലും ഞാൻ വിശ്വസിക്കും, പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്തും നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ആ വചനത്തിലൊക്കെ അടിയുറച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് യേശുപ്പനെ അമ്മയെ കൈവിട്ടില്ല, ഞങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് ഇതുവരെ കൊണ്ട് നടത്തി. അമ്മ മാതാവും യേശുപ്പനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു.